ഒരു സക്സസ്ഫുൾ ബിസിനസ് ഉണ്ടാക്കാൻ നല്ല ടീം വേണം. അപ്പോൾ ഈ ടീമിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയൊന്നുമല്ല. നല്ല കഴിവുള്ളവരെ കണ്ടെത്തുക, അവരെ കൂടെ നിർത്തുക, അവരെ നമ്മുടെ വിഷനിലേക്ക് കൊണ്ടുപോകുക, അതൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് സമയം വേണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ തിയറിറ്റിക്കലായിട്ട് പഠിക്കാൻ പറ്റില്ല. നീന്തൽ, ഡ്രൈവിംഗ് ഒന്നും തിയറിറ്റിക്കലി പഠിക്കാൻ പറ്റാത്ത പോലെ തന്നെയാണ് ബിസിനസ്. നിങ്ങൾക്ക് ഒരു പരിധി വിട്ട് തിയറിറ്റിക്കലി പഠിക്കാൻ പറ്റില്ല. ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പം നമ്മളെ MBA പ്രശ്നം എന്ന് വെച്ചാൽ തിയറിറ്റിക്കലി പഠിപ്പിക്കുക എന്നുള്ള, നേരെ മറിച്ച് വിദേശ MBA ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് എക്സിക്യൂട്ടീവ് MBAs ആണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കുള്ള ഗൈഡൻസ് വേറെയാണ്. മാർക്കറ്റിംഗ്, ചില ആൾക്ക് സെയിൽ അറിയില്ല. ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സ്കില്ലാണ് നിങ്ങൾക്ക് സെല്ലിങ് അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ഞങ്ങൾ സെയിൽസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സെയിൽസ് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ നല്ല ഐഡിയ പൊട്ടിപ്പോവും. ടീമിന് മാനേജ് ചെയ്യില്ലെങ്കിൽ പൊട്ടിപ്പോവും. ക്യാഷ് മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ബിസിനസ് പരാജയപ്പെടും. അപ്പോൾ ഇതൊന്നും നമുക്ക് കോളേജിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന സ്കില്ലല്ല. ഇത് നമ്മൾ ചെയ്ത് പഠിക്കുന്ന സ്കില്ലുകളാണ്. ഇപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പലപ്പോഴും പല ബിസിനസ്സും പൊട്ടിപ്പോകുന്നത് ഒന്ന് ഇവരെ കയ്യിൽ തുടങ്ങാനുള്ള കാശ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 50 ലക്ഷമാണ് ബജറ്റ് ഇട്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് 50 ലക്ഷം. അതിനും അപ്പുറത്തേക്ക് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന സാധനമുണ്ട്. മാർക്കറ്റിലേക്ക് ഫണ്ട് ഇടുകയും മാർക്കറ്റിൽ അത് കിടക്കുകയും ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ചെക്ക് ഡേറ്റ് തിരിച്ചു വരണ്ടെങ്കിൽ ആ 2 മാസം സ്ട്രഗിൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ അറിയാത്തതിൻ്റെ പേരിൽ പൊട്ടിപ്പോയി ഒത്തിരി ആളുകളുണ്ട്. 90% സ്റ്റാർട്ടപ്പുകളും ഇന്ത്യയിൽ തുടങ്ങുന്നത് ആദ്യത്തെ 5 മുതൽ 10 വർഷത്തിനുള്ളിൽ പൊട്ടിപ്പോകുന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഒന്ന് പ്രോഡക്റ്റ് ഇന്നോവേഷൻ ഇല്ലാത്തതുകൊണ്ടും, 2 പ്രോപ്പർ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ബിസിനസ്സിൽ ക്യാഷ് വരുമ്പോൾ ചിലപ്പോൾ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കും, നല്ല ഡ്രസ്സ് വാങ്ങിക്കും, നല്ല വണ്ടി വാങ്ങിക്കും. ഇത് അയാളുടെ പൈസയല്ല, അത് ബിസിനസ്സിൻ്റെ പൈസയാണ്. അയാൾക്ക് എടുക്കാൻ പറ്റുന്ന ഡിവിഡൻഡിലേക്ക് അപ്പോഴും ബിസിനസ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന് ഷോർട്ടേജ് വരും. അപ്പോൾ ബിസിനസ് തീർച്ചയായിട്ടും സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ വീണ്ടും കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ട് നേടേണ്ട കുറേ സ്കില്ലുകളുണ്ട്. ആ സ്കില്ല് നേടിയെടുക്കുന്നൊരു കാലയളവ് കൂടിയാണ് ഈ 3 വർഷം. സ്വാഭാവികമായിട്ടും ആ കഠിനാധ്വാനത്തിലൂടെ അയാൾ അതിൻ്റെ ബിസിനസ് സക്സസ്ഫുൾ ആക്കിയെടുക്കാൻ പാകപ്പെടുകയാണ്. പിന്നെ സ്വാഭാവികമായിട്ടൊരു ബിസിനസ് വളരാനും അത് വളർത്തിയെടുക്കാനും അതിനെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും കസ്റ്റമർക്ക് ഇടയിലേക്ക് അതിനെ എത്തിക്കാനും അതിലെ പരാതികൾ തീർക്കാനുള്ള സമയം കൂടെ ഇതിനകത്തുണ്ട്. കസ്റ്റമർ എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക, കസ്റ്റമർക്ക് നല്ല സർവീസ് കൊടുക്കുക, നല്ല സെയിൽസ് മെക്കാനിസം ബിൽഡ് ചെയ്യുക, പ്രൊഡക്റ്റിനെ പോളിഷ് ചെയ്യുക. ഫസ്റ്റ് പ്രൊഡക്റ്റ് ചിലപ്പോൾ നന്നാവില്ല, അത് വീണ്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 3 വർഷം എന്ന് പറയുന്നത് 3 മുതൽ 4 വർഷം വരെ ഹൈലി ഫോക്കസ് ചെയ്ത്. ഒരു ചെറിയ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ മാതാവിൻ്റെ എല്ലാ പ്രയോറിറ്റിയും ആദ്യത്തെ ഒരു 3 വർഷം ആ കുഞ്ഞ് തന്നെ ആയിരിക്കും. മാതാവിൻ്റെ ഉറക്കം, മാതാവിൻ്റെ ജോലി, മാതാവിൻ്റെ മറ്റു പരിപാടികൾ. ആ കുഞ്ഞിൻ്റെ കാര്യം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള പരിപാടികൾ അവർ പ്ലാൻ ചെയ്യും. ആ കുഞ്ഞ് സേഫ് ആകുന്ന രീതിയിലുള്ള അജണ്ടകൾ അവർ സെറ്റ് ചെയ്യും. അത് തന്നെയാണ് ബിസിനസ്. അങ്ങനെ തന്നെ കെയർ ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ്. പക്ഷേ നിങ്ങളൊരു ഘട്ടം എത്തിക്കഴിഞ്ഞു, നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു, നിങ്ങളൊരു പരിധിക്ക് അപ്പുറത്തേക്ക് വളർന്ന് കഴിഞ്ഞൊരു സ്റ്റേജിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഒരു ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അങ്ങനെയുള്ള ഘട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ലാത്തതിന് ഈസി ആയിട്ട് നമുക്ക് പല ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇന്ന് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് തന്നെയാണ് കമ്പാരിറ്റീവ്ലി പുതിയ ബിസിനസ്സും പുതിയ ഡിവിഷനിലേക്കൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഈസിയാണ്, മുമ്പത്തെ സ്ട്രഗിളില്ല. കാരണം അതെങ്ങനെയാണ് അതിൻ്റെ എസൻസ് നമ്മൾ പ്രാക്ടിക്കലി മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക്. തീർച്ചയായും ഏതൊരു ബിസിനസ്സും നിങ്ങൾ അടുത്തൊരു 3 വർഷം നിങ്ങൾ തുടങ്ങി ഒരു 3 വർഷത്തിനുള്ളിൽ ഓട്ടോ പൈലറ്റിലേക്ക് എത്തിച്ചേക്കണം. അത് എങ്ങനെയാണ് എത്തിക്കുക എന്നുള്ളതാണ് ഗൈഡ് ചെയ്യുന്നതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ബിസിനസ്സിനൊരു 3 സ്റ്റേജാണുള്ളത്. ഒന്ന് സ്ട്രഗിളിങ് സ്റ്റേജ്, അപ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജ്. ഈ സ്ട്രഗിളിങ് സ്റ്റേജിൽ നമ്മൾ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഫുൾ ലോഡ് ഇറക്കുന്നത് നമ്മളായിരിക്കും, പ്രൊഡക്റ്റ് എടുക്കുന്നത് നമ്മളായിരിക്കും, കസ്റ്റമർ വിളിക്കുന്നത് നമ്മളായിരിക്കും, ഡെലിവറി എടുക്കുന്നത് നമ്മളായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളതാണ് ഒരു മാനേജർ സ്റ്റേജ് എന്ന് പറയുന്ന സാധനം. മാനേജർ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ആളുകളുണ്ടാവും നമ്മുടെ കൂടെ. പക്ഷേ ആ ആളുകൾ പണിയെടുക്കണമെങ്കിൽ നമ്മൾ അവിടെ വേണം. ഇപ്പം എൻ്റെ 30 പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ മാസത്തിൽ 3-4 ദിവസം അല്ലെങ്കിൽ 5 ദിവസമൊക്കെ ഞാൻ ഓഫീസിൽ പോകാറുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അതിനൊരു മെക്കാനിസം ബിൽഡ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു മാനേജർ സ്റ്റേജിൽ നമ്മൾ പണിയെടുക്കണം, ചെയ്യടാന്ന് പറയണം, അങ്ങോട്ട് സെയിൽ ചെയ്യടാന്ന് പറയണം, പ്രൊഡക്ഷനിൽ നമ്മൾ നോക്കി നിൽക്കണം, സൂപ്പർവൈസർ ആയിരിക്കും നമ്മൾ. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ അല്ല. പണിക്കാർ പലതും എടുക്കുമെങ്കിൽ പോലും നമ്മുടെ ക്ലോസ് അറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുള്ളൂ. അപ്പോഴും നമുക്ക് ആ സ്ട്രെയിൻ വരും, ടെൻഷൻ വരും, ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെ തലവേദന ഉണ്ടാക്കും, വേണ്ടത്ര സ്പീഡ് എടുക്കില്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അതും കഴിഞ്ഞിട്ട് 3ാമത്തെ സ്റ്റേജാണ് ഈ ഒരു ബിസിനസ് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് എത്തുക, സിസ്റ്റമാറ്റിക് ആവുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഒരു ടീമായി, അതിനൊരു ടീം സ്പിരിറ്റായി. അത് ടീമിന് എന്ത് ചെയ്യണം, അതായത് സെൽഫിനെ നമുക്കൊരു ടീം ഡ്രൈവൺ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഡ്രിവൺ ബിസിനസ്സിലേക്ക് മാറ്റണം. അവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു സിസ്റ്റം ഉണ്ടാക്കുന്നു. സെയിൽസിന് ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു, പ്രൊഡക്ഷന് ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു, മാർക്കറ്റിങ്ങിന് ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു, അഡ്മിനിസ്ട്രേഷൻ റിക്രൂട്ട്മെൻറ്റിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു. ആ സിസ്റ്റം അത് ഒറ്റയ്ക്ക് തന്നെ വർക്ക് ചെയ്യുകയും അതിൽ കറക്റ്റായിട്ടുള്ള MISകൾ
അതായത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നുള്ള കൃത്യമായ ഇൻഫർമേഷനുകളും റിവ്യൂ മീറ്റിങ്ങുകളും നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കിന്ന് വാട്സപ്പ് എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് എടുത്താൽ മതി. ഇന്ന് എത്ര കസ്റ്റമർ വന്നു, എത്ര ആളെ വിളിച്ചു, എത്ര ആളെ വിളിച്ചില്ല, ഏതൊക്കെയാണ് ഫെയിലിയർ ആയത്, എന്തുകൊണ്ട് ഫെയിലിയറായി, ആരൊക്കെ വന്നില്ല എന്നുള്ള ആരെയും വിളിച്ച് നോക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെ വർക്കുകൾ നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ നമുക്ക് അറിയാൻ പറ്റും. ഓരോരുത്തരും അവൻ്റെ വർക്കുകളുടെ മറ്റുള്ള ബോസിൻ്റെ ഡാഷ്ബോർഡിൽ പോകും എന്നുള്ളത് കൊണ്ട് തന്നെ അവന് വെറുതെ ഇരിക്കാനും പറ്റില്ല. നമ്മുടെ ആബ്സെൻസിൽ അവനും അവൻ്റെ പണിയെടുക്കും. കാരണം അവൻ്റെ ഉള്ളിൽ അവന് ചെയ്യേണ്ടതായിട്ടുള്ള ടാർഗറ്റുകളും KPIs അവൻ്റെ മുന്നിലുണ്ടാവും. ഒരു ദിവസം അവൻ ഇത്ര ആളെ വിളിച്ചിരിക്കണം എന്നുള്ള KPIs ഉണ്ട്. അതില്ലെങ്കിൽ അവൻ റെഡ് കാണിക്കും. സോ അവൻ ഗ്രീനിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഒരു ഓട്ടോ പൈലറ്റ് ബിസിനസ്. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെയാണ് സ്കെയിലപ്പ് സ്റ്റേജ്. അവിടെ എത്താതെ ടീമും സിസ്റ്റവും ഇല്ലാതെ നമുക്ക് ബിസിനസ് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. ടീമും ബിസിനസ്സും ക്യാഷും നമ്മുടെ കയ്യിൽ വേണം. ക്യാഷ് നമ്മളെ കയ്യിൽ വേണമെന്നില്ല, നമുക്ക് ലോൺ ആവാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് സ്വീകരിക്കാം, ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് വാങ്ങാം. ഈ 3 സംഗതികളുമാണ് നമ്മൾ സ്കെയിലപ്പിലേക്ക്. സ്കെയിലപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്, മൾട്ടിപ്ലിക്കേഷനാണ്. പല ബിസിനസ്സുകളായിട്ടോ പല ഡിവിഷനായിട്ടോ പല ബൗണ്ടറികളിലായിട്ടോ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു ജേണിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സ്ട്രഗ്ലിംഗ് പീരീഡ് ടീം മാനേജൊക്കെ പഠിക്കാനുള്ളൊരു കാലയളവാണ് 3 ഇയർ. അത് കഴിയുമ്പോഴേക്കും വേണം ഒരു പതുക്കെ ഓട്ടോ പൈലറ്റിലേക്ക് എത്തിക്കണം. എത്തിച്ചു കഴിഞ്ഞാലാണ് പിന്നെയാണ് ഇത് സ്കെയിലബിലിറ്റി ഉണ്ടാവുക. ചില ആളുകൾ ഈ 3 വർഷം കഴിയുമ്പോഴേക്കും മരിക്കുകയും ചെയ്യും. ചില ബിസിനസ്സുകൾ മരിക്കും. മിക്കവാറും സ്റ്റാർട്ടപ്പുകൾ, ഇന്ത്യയിലെ പല സ്റ്റാർട്ടപ്പുകളും 3-5 വർഷം ആകുമ്പോഴേക്കും 90% സ്റ്റാർട്ടപ്പുകളും പൂട്ടിപ്പോകുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. അത് മേ ബി ഈ ഒരു രീതിയിൽ അവർ ഫോളോ ചെയ്യാത്തത് കൊണ്ടാവാം അല്ലേ? അത് അതിന് കാരണങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, അവൻ്റെ കയ്യിൽ ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കുട്ടികൾക്ക് ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ. പലപ്പോഴും ഇവർ എംപ്ലോയി കുടുംബങ്ങളിൽ നിന്നുള്ള ബാക്ക്ഗ്രൗണ്ട് നല്ല മിടുക്കരായിരിക്കും പഠിക്കാനൊക്കെ, ടെക്നോളജി സോഫ്റ്റ്വെയർ നല്ലതായിരിക്കും. പക്ഷേ അതിൻ്റെ സെയിൽസ് അറിയില്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. സെയിൽസ് ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്, മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്, ബ്രാൻഡിങ്. എൻ്റെ ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് നാട്ടുകാരെ അറിയിക്കണം, നാട്ടുകാർ ഇതിന് ചോദിച്ചു വരണം, നാട്ടുകാർ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റിന് വില കാണണം, വരാൻ തയ്യാറാവണം. എപ്പോഴല്ലേ നിങ്ങൾ സക്സസ് ആവുന്നത്? അപ്പോൾ മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും സെയിൽസും ടീം ബിൽഡിങ്ങും HR-ഉം ക്യാഷ് മാനേജ്മെൻറ്റും അറിയില്ലെങ്കിലും ബിസിനസ് കിട്ടും. പ്രൊഡക്റ്റ് ആണെന്നുകൊണ്ട് കാര്യമില്ല. എത്രയോ നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടായിട്ടും ഇത് സക്സസ് ആവാതെ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ബെഞ്ചാലി ബിസിനസ് കണക്ട് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ ഞങ്ങൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഇത്തരത്തിലുള്ള സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നല്ല പ്രൊഡക്റ്റും സർവീസും ഉള്ള ഓൺട്രപ്രണേഴ്സ് അവർ ദിശ അറിയാത്ത കാരണത്താൽ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ മിഷൻ. അത് ചെറിയൊരു ഫീസോടുകൂടി ജോയിൻ ചെയ്യും. ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെയുള്ളൊരു സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണറെ അടുത്ത 3-4 വർഷം കൂടെ അയാളുടെ സ്വപ്നം ഒരു 100 കോടി ടേൺ ഓവറിലേക്കും അയാളുടെ ബിസിനസ്സിൻ്റെയും അതിൻ്റെ പൊട്ടൻഷ്യലിൻ്റെയും അനുസരിച്ച് അവരെ ഗൈഡ് ചെയ്യാമെന്നാണ്. ഇത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം ഒരു സംരംഭകൻ്റെ പരാജയം എന്ന് പറയുന്നത് എത്രയോ ആളുകളുടെ അവസരങ്ങളുടെ നഷ്ടപ്പെടൽ കൂടിയാണ്. കറക്റ്റ്. നല്ലൊരു സംരംഭം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കാൻ ഗവൺമെൻറ് പരിമിതിയുണ്ട്. നമ്മൾ നല്ല സക്സസ്ഫുൾ ഒരു 1000 ഓൺട്രപ്രണർ ബിൽഡ് എടുത്തു കഴിഞ്ഞാൽ 1,00,000 തൊഴിലവസരങ്ങളും കൂടിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ ചേഞ്ച്, ഒരു പോസിറ്റീവായിട്ടുള്ള സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ മിഷൻ എന്ന് പറയുന്നത്. അതിന് ഞാൻ കണ്ടെത്തിയ ഏറ്റവും നല്ല വഴിയാണ് എത്തിക്കൽ വാല്യൂ കീപ്പ് ചെയ്യുന്ന ഒരു പറ്റം നല്ല സംരംഭകരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്തിട്ട് അവർ പരാജയപ്പെടാനുള്ള സാഹചര്യങ്ങൾ അവർ മുൻകൂട്ടി കാണിച്ചു കൊടുത്ത് അവരെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. അത് ആ ഒരു മിഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം.